ഹലോ കൂട്ടുകാരെ, ഏതോ ജന്മകൽപ്പനയിലെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ് കേട്ടോ. രാവിലെ ആകുമ്പോൾ അശ്വിൻ നീക്കുന്ന സമയത്ത് ശ്രുതി ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അശ്വിൻ കുറേ തരയുന്നുണ്ട് ശ്രുതിനെ. അപ്പോൾ മുത്തശ്ശി വന്ന് പറയുന്നുണ്ട് അവൾ അവളുടെ വീട്ടിൽ പോയിനാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഇരുന്ന് ചിപ്സ് തിന്നുമ്പോൾ അമ്മായി പൂമല കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മായിയോട് പറയുന്നുണ്ട്, അമ്മായി ശ്രുതിയോട് പറയുന്നുണ്ട്, നിൻ്റെ പിറന്നാളല്ലേ മോളെ എന്ന് പോയി ഗുരുവായൂരപ്പനൊന്ന് മാല ചേർത്തെന്ന് പറയുന്നുണ്ട്. അവൾ ആ മാലയും കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് എന്ത് പ്രശ്നം കൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് അമ്മായി അറിഞ്ഞാൽ വിഷമിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ അവരോടൊന്നും പറയുന്നില്ല, അവർ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അത് കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രൊമോയിൽ അശ്വിൻ വരുന്നുണ്ട്, ശ്രുതിരെ തെരഞ്ഞിട്ട് ശ്രുതിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ശ്രുതിയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ശ്രുതിയുടെ പിറന്നാളാണെന്ന്. അപ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നോട് നിൻ്റെ പിറന്നാളാണെന്ന് പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മായി പറയുന്നുണ്ട്, അവൾ പറഞ്ഞിട്ട് വേണം മോനെ നിനക്ക് പിറന്നാളാന്ന് അറിയാൻ വേണ്ടിയിട്ട്, സ്വന്തം ഭർത്താവിനും ഭാര്യയുടെ പിറന്നാൾ അറിയണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അവർ രണ്ടാളും പിന്നെ ഓരോന്ന് പറഞ്ഞ് വാക്ക് തർക്കണം ആവണ സമയത്ത് പിന്നെ അമ്മായി പറയുന്നുണ്ട്, ഒരു നല്ല ദിവസമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയല്ല ചെയ്യുക, അവളോട് രണ്ട് നല്ല വാക്കല്ലേ പറയാമെന്നൊക്കെ അമ്മായി പിന്നെ അശ്വിനോട് പറയുന്നുണ്ട്. പിന്നെ കഴിക്കുന്ന നല്ല രസകരമായ കാഴ്ചയാണ് കേട്ടോ. അവരൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അശ്വിൻ ശ്രുതിനെയും നോക്കുന്നുണ്ട്, ശ്രുതി അശ്വിനെയും നോക്കുന്നുണ്ട്, എന്നിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം താഴെ വീഴുന്നുണ്ട്. അപ്പോൾ രണ്ടാളും കൂടി ഭക്ഷണം തറയിലേക്ക് വീഴുമ്പോൾ താഴ്ന്ന് എടുക്കാൻ വേണ്ടി രണ്ടാളും കൂടി കുമ്പിടുന്നുണ്ട് കേട്ടോ. രണ്ടാളും കൂടി കുമ്പിടുന്ന സമയത്ത് അവർ രണ്ടാളും കൂടി പരസ്പരം തല ഇടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും ചിരിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ട് ഇങ്ങനത്തെ നല്ല രസകരമായ കാഴ്ചയാണ് കേട്ടോ. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.